ഹലോ, ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ 2 ദിവസത്തേക്ക് പോയ ഒരു ക്യാമ്പിംഗ് ട്രിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ആട്ടോ ഷെയർ ചെയ്യണേ. ഹായ്, അപ്പോൾ ഇതായിട്ടും നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റാണ്. അപ്പോൾ നമ്മളിവിടെ 2 ഡേയ്സിന് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈറ്റ് ബുക്ക് ചെയ്ത് വന്നേക്കാം കേട്ടോ. അപ്പോൾ നമുക്കവർ ആകെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കൊരു ബെഞ്ച് ഉണ്ടാവും. നമ്മൾ ഫുഡൊക്കെ ബേൺ ചെയ്തിട്ട് ഫയർ ഉണ്ടാക്കിയിട്ടാണ് അവിടെയാണ് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യണതും ഒക്കെ ചെയ്യണം. ക്യാമ്പ് സെറ്റ് ചെയ്യാനൊക്കെ ഇത്ര സ്പേസാണ് തന്നേക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കും ക്യാമ്പ് സെറ്റ് ചെയ്യണം. കാരണം ഇവിടെ ഒരു നല്ലൊരു ഫ്ലാറ്റ് സർഫസ് ആണ്. അപ്പോൾ നമ്മുടെ ടെൻറ്റ് നമ്മളിവിടെയാണ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 5 o'clock ആയിട്ടുണ്ട്. അപ്പോൾ ഇനി രാത്രി ആവണേക്കാളും മുമ്പ് നമുക്ക് വേഗം ടെൻറ്റൊക്കെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ കിടക്കാനുള്ള ബെഡിലൊക്കെ എയർ ബെഡാണ്. അപ്പോൾ അതൊക്കെ എയറൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഞങ്ങളുടെ ടെൻറ്റ്. അപ്പോൾ ഇതിൽ 2 ബെഡ് ഇടാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബെഡ് ഈ ബെഡ് നമ്മൾ എയർ ബെഡ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഈ എയർ ബെഡ് ഇപ്പം ഞാൻ ഇരിക്കുന്നതും ഒരു എയർ ബെഡ് ഇനി ഇത് ഫില്ല് ചെയ്യാനുണ്ട്. നമ്മുടെ ടെൻറ്റിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അവിടേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ആ കാണുന്നത് അവിടെയാണ് നമ്മൾ ഗ്രില്ലൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് വന്ന് ടെൻറ്റ് സെറ്റ് ചെയ്തു. ഇനി എയർ ബെഡിൽ എയറൊക്കെ ഫില്ല് ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ടെൻറ്റിൻ്റെ പണി വരും. അങ്ങനത്തെ വല്ല ഉണങ്ങിയ കുഞ്ഞു കൊമ്പൊക്കെ കിട്ടണമെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ പെട്ടെന്ന് തീ പിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളത് ഉപയോഗിക്കും കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ മണ്ണെണ്ണ ഒഴിക്കണ പോലെ ഇവിടെ ഒരു സാധനമുണ്ട്. ഇത് ഒഴിച്ചിട്ടാണ് നമ്മൾ ഫയർ സ്റ്റാർട്ടർ എന്ന് പറയാം. അത് നമ്മൾ ഈ മണ്ണെണ്ണ ഒഴിക്കണ പോലെ, പക്ഷെ മണമൊന്നുമില്ല. നല്ലോണം അങ്ങ് തീ പിടിച്ച് വന്നു. അതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് ആളി കത്തും. നല്ല വലിയ വുഡ്. അപ്പോൾ ഒന്ന് തീ പിടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് അങ്ങ് കത്തിക്കോളും. നമ്മുടെ ആദ്യത്തെ അറ്റംപ്റ്റൊക്കെ പാളിപ്പോയി. അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് അറ്റംപ്റ്റ് നമ്മൾ ഒന്നും കൂടി കുറച്ചും കൂടി ഇവിടുത്തെ ഈ വുഡില്ലേ, ഈ വുഡിൻ്റെ പീസസ് കുറച്ചൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് നമ്മളൊന്ന് കൊത്തിയെടുത്തതിന് ശേഷം ഒരു ഫയർ സ്റ്റാർട്ടറും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബാറ് പോലൊരു സാധനം മേടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫയർ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടി ഈ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അറ്റംപ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ ഡിന്നറിന് എന്ത് കഴിക്കും എന്നുള്ള ടെൻഷനാ പിള്ളേർക്കൊക്കെ. അമ്മയ്ക്ക് സുഖമായി ഒന്നും ഉണ്ടാക്കണ്ട. ഇവന്റെ ഫേവറേറ്റ് ആണ് സ്മോർസ്. അതെങ്ങനെ ഉണ്ടാക്കണേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണോ? സ്മോർസ് നമ്മൾ സാധനങ്ങൾ ഇപ്പം എടുക്കണ്ട. ആദ്യം ഫയർ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇപ്പം നമ്മുടെ ഇതേ സെക്കൻഡ് അറ്റംപ്റ്റിലാട്ടോ നമ്മുടെ ഫയർ ശരിയാക്കണേ. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മുടെ വലിയ വുഡുമേക്കൊക്കെ നന്നായിട്ട് തീ പിടിച്ചിട്ടുണ്ട്. ഇനി കുഴപ്പമുണ്ടാവില്ല. ഇനി അത് ഇങ്ങ് കത്തിക്കോളൂ. ഇനിയിപ്പോൾ നമുക്ക് വേറെ നോക്കാനൊന്നുമില്ല. അപ്പോൾ ഇപ്പം ഇട്ടേക്കണ ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ ഫയർ ആയിട്ട് ഇരിക്കല്ലേ, ഇപ്പൊ നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ ഇട്ടേക്കണ ഈ വുഡൊക്കെ കത്തി കനലായി വരില്ലേ, അപ്പോഴാണ് നമ്മൾ അതിന്റെ മേലൊരു ഗ്രില്ല് വെച്ചിട്ട് നമ്മുടെ ഫുഡൊക്കെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഫുഡുമേ തീ കൊണ്ടു കഴിഞ്ഞാൽ ഒരു കറുത്ത കളറിൽ നമ്മുടെ ഫുഡുമേ കാണാം. അരിക്കലത്തിന്റെ ഒക്കെ അടിവശം കണ്ടിട്ടില്ലേ, കരി പിടിച്ചിരിക്കണ പോലെ നമ്മുടെ ഫുഡുമേ കരി പിടിക്കും. കനലായതിനു ശേഷം മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഹായ്, അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയൊക്കെ വന്നപ്പോഴേക്കും കുറേ രാത്രിയായി. പിന്നെ രാത്രിയായപ്പോൾ അതുകൊണ്ട് പിന്നെ ആ സെക്ഷൻ എടുക്കാൻ കേട്ടോ വീഡിയോ. അപ്പോൾ നമ്മളിവിടെ ഇത് നമ്മൾ ടെൻറ്റിലൊക്കെ കിടന്നുറങ്ങിയത് രാവിലെ 8 മണിയായി എല്ലാവരും എഴുന്നേറ്റ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കനോയ് ചെയ്യാൻ പോവാം. നമ്മളിപ്പോൾ ഈ ഡ്രൈവ് ചെയ്ത് പോണത് ഈ ക്യാമ്പിങ് ഏരിയയിൽ കൂടെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് പോകുമ്പോൾ പല പല ക്യാമ്പ് സൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് മൊത്തം ആളുകൾക്ക് കോമൺ ആയിട്ട് ഒരു റെസ്റ്റ് റൂം ആട്ടോ ഉള്ളത്. റെസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാഷ് ബേസിനും ടോയ്ലറ്റും ഒക്കെ ആയിട്ടുള്ളൊരു റൂമായിരിക്കും. പിന്നെ ചില സ്ഥലത്ത് നമുക്ക് ഷവർ റൂം എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ മാത്രമായിട്ട് ഷവർ റൂമും പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. കിട്ടിയോ വന്നാ? നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടാക്കാനും അതേപോലെ തന്നെ നമുക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്യണമല്ലോ, അതിനുള്ള വുഡൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കണേ. ഇതിപ്പോൾ ഇവിടുത്തെ തന്നെ പാർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഫെസിലിറ്റിയാണ് കേട്ടോ. നമ്മൾ പേ ചെയ്യണം നമുക്ക് ഈ വുഡിനൊക്കെ.
നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് സ്ക്രാമ്പിൾഡ് എഗ്സ് വിത്ത് ബേക്കൺ ആൻഡ് ചീസ്. നമ്മൾ ഇച്ചിരി ബേക്കൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെറുതെ. അപ്പം ഇനി ഇച്ചിരി ഒന്ന് ബ്രൗൺ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അങ്ങ് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാൻ അങ്ങനെ വിചാരിക്കും. നമുക്ക് മുട്ട മതിയില്ലേ? ചീസ് ഇടണോ? ആ, അതിലുള്ള മുട്ട പൊരിഞ്ഞു വരാ. സ്ക്രാമ്പിൾഡ് എഗ്സ് ആൻഡ് ബേക്കൺ, അത് ശരിയാണല്ലോ. പിന്നെ നമുക്ക് ഇച്ചിരി യോഗേർട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കഴിച്ച് നമ്മുടെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റായിരുന്നു. ഹായ്. ഇപ്പോൾ നമ്മൾ ക്യാമ്പ് ചെയ്തില്ലേ, ആ ക്യാമ്പ് ചെയ്ത സെയിം പാർക്കിൽ തന്നെ നമുക്ക് അവർ ബീച്ചൊക്കെ ഉണ്ട്, ലേക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവരിവിടെ കയാക്കും കാനോയും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാനോയ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ചൊരു കാനോയിൽ ഫിറ്റ് ചെയ്യാം. ഞങ്ങളുടെ ബോട്ട് കിടന്ന് ഈ സ്പീഡ് ബോട്ട് പോയി കഴിയുമ്പോഴാണ് വരുന്നത് അല്ലേ. ഭയങ്കര വലിയ വേവ്സ് വരുന്നുണ്ട്. ഭയങ്കര വലുതല്ല, എന്നാലും നമുക്ക് ബോട്ടിന് വരുമ്പോഴേ ആ വേവ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ശരി, കയാക്കിന് എവിടെ കയാക്കിന് ആൾക്കാർ. ഈ കനോയ് നമ്മളൊരു 3 hours നമ്മൾ റെൻറ്റ് ചെയ്തേക്കുന്ന കേട്ടോ. ഇത് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ റെൻറ്റിന് നമ്മൾ ഓൺലൈൻ പേ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി നമ്മൾ തന്നെ ഈ കനോയ് എടുത്ത് വെള്ളത്തിലേക്ക് ലോഞ്ച് ചെയ്യണം. അങ്ങനെ തന്നെ തിരിച്ചും എടുത്ത് നമ്മൾ കറക്റ്റ് അവിടെ തന്നെ കൊണ്ട് വെക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ബോട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവർ ബോട്ട് ലോഞ്ചിങ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് അവരുടെ ബോട്ടൊക്കെ ലോഞ്ച് ചെയ്യുക ചെയ്യണം. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എന്തായാലും നനഞ്ഞു. അന്ന് പിന്നെ ഒന്ന് കുളിച്ചിട്ട് കയറാമല്ലോ. അപ്പോൾ പിന്നെ അവിടെ തന്നെ എടുത്ത് നല്ലൊരു ബീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബീച്ചിലൊക്കെ പോയി കുറച്ച് നേരമൊക്കെ വെള്ളത്തിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇനി വേണം നമുക്ക് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ സാധാരണ ക്യാമ്പിങ്ങിന് വരുമ്പോൾ നമുക്ക് ഈ ക്യാമ്പ് സെറ്റ് നമുക്കിങ്ങനെ നമ്മൾ ബുക്ക് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യണ പോലെ നമുക്ക് ഇവരെ സ്റ്റേറ്റ് പാർക്കിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ക്യാമ്പ് സൈറ്റുകൾ ബുക്ക് ചെയ്തതാണ്. ഇവിടെ ഇപ്പോൾ എത്ര $20-25 പെർ നൈറ്റൊക്കെ ചീപ്പാണ്. നമുക്കിവിടെ ആകെ തരുന്നത് അവർ ഗ്രില്ല് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ടെൻ്റൊക്കെ നമ്മൾ കൊണ്ടുവരണം, സെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഈ പാർക്കിൽ തന്നെ ഫയർവുഡൊക്കെ മേടിക്കാൻ കിട്ടും. അതായത് ഫയർവുഡ്, പിന്നെ നമുക്ക് ഐസൊക്കെ. കാരണം നമ്മൾ 2 ദിവസത്തേക്കുള്ള ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ടാവും. ഫുഡെന്ന് പറഞ്ഞാൽ ഇറച്ചിയും ഫിഷും അങ്ങനെയൊക്കെ റോ ആയിട്ടുള്ള ഫുഡ് നമ്മൾ കുറേ കൊണ്ടുവരുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയാലും നമുക്ക് കൂളറിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫുഡ് കൊണ്ടുവരണേ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെല്ലിനൊന്നും റേഞ്ച് ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഫാമിലിയുടെ കൂടെ തന്നെ നല്ലോണം സമയം കിട്ടും. എന്താ ഇമെയിൽ നോക്കണ്ട, ചാറ്റ്സോ ഫേസ്ബുക്കോ ഒന്നും നമുക്ക് നോക്കാൻ റേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഫുൾ ടൈം ഫാമിലിയുടെ കൂടെ തന്നെ. ഇതാണ് ഇത് സ്മോർസ് ആയിട്ട്. സ്മോർസ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു രാത്രിയും പകലും കഴിഞ്ഞു. അവസാനത്തെ ഫുഡും കൂടി നമ്മൾ കുക്ക് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമ്മൾ എല്ലാ സാധനവും പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇനി തിരിച്ചു പോവാം. ഇനി നമ്മുടെ ഈ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന എല്ലാ സാധനവും നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ പിക്ക് ചെയ്ത് ഗാർബേജിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യണം.